സിനദീൻ സിദ്ധാൻ, സാവി, ഇനിയസ്റ്റ എന്നിവരുടെയൊക്കെ ഒപ്പം നിൽക്കുന്ന മിഡ്ഫീൽഡറാണോ ക്രൊയേഷ്യൻ താരം ലൂക്ക മോഡ്രിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കൂടെ അത് പറയാൻ കഴിയും, അതെ എന്ന്. പക്ഷെ 2013 റയൽ മാഡ്രിഡ് ഇദ്ദേഹത്തിന് ടോട്ടനം ഹോട്ട്സ്പറിൽ നിന്ന് സൈൻ ചെയ്ത സമയത്ത് ആ സീസണിലെ ഏറ്റവും മോശം സൈനിങ് എന്നാണ് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഈ സീസണിന്റെ അവസാനം ഇദ്ദേഹം റയൽ മാഡ്രിഡ് വിട്ടു പോകുമ്പോൾ റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സൈന്യങ്ങളിൽ ഒരാളായിരുന്നു താനെന്ന് കുറ്റം പറഞ്ഞവരെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ടീം വിട്ടു പോകുന്നത്. റയലിന് വേണ്ടി ഇതുവരെ 590 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ നിന്നായിട്ട് 28 ട്രോഫികളുമായി റയലിന്റെ ചരിത്രത്തിലെ മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ ആണ് ഇദ്ദേഹം. ഇതിൽ ഇദ്ദേഹം നേടിയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ചില ക്ലബ്ബുകളെക്കാൾ കൂടുതലുണ്ട് ഇദ്ദേഹത്തിന്. ഇതും കൂടാതെ റൊണാൾഡോയും മെസ്സിയും മാറി മാറി ബാലൻഡിയർ അടിച്ചിരുന്ന സമയത്ത് ഇവരെ രണ്ടുപേരും കിടത്തി വെട്ടി 2018 ബാലൻഡിയർ സ്വന്തമാക്കിയ താരമാണ് ലൂക്ക മോഡ്രിച്ച്. ഈ വരുന്ന ക്ലബ് വേൾഡ് കപ്പാണ് ഇദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന അവസാന ടൂർണമെന്റ്. ഇദ്ദേഹം ഇനി എവിടെ പോയാലും റയൽ മാഡ്രിഡ് ആരാധകന്റെ മനസ്സിൽ ഇദ്ദേഹത്തിന് എന്നും ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരിക്കും.